ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ടോപ്പിക് സംസാരിക്കാനാണ് വന്നത്. ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജർമ്മനി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ജർമ്മനിയിൽ എങ്ങനെയാണ് ഞാൻ വന്നത്, അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു പ്രോസസ്സിങ്, എങ്ങനെയായിരുന്നു ഏജൻസി, എങ്ങനെയായിരുന്നു ഏത് ഏജൻസി ത്രൂ ആണ് വന്നത്, അതിനൊക്കെ ഒരു റിപ്ലൈ പറയാനായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ സമയം ഉപയോഗിക്കുന്നത്. ഞാൻ ജർമ്മനിയിൽ വരാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നഴ്സായിരുന്നു. അവൾ ജർമ്മനി വന്നു. അവൾ എന്നോട് ഷെയർ ചെയ്തു എങ്ങനെയാണ് പുള്ളിക്കാരി ജർമ്മനി വന്നതെന്ന്. അപ്പം ആ ഒരു ഷെയറിങ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ജർമ്മനിയിൽ വരാനായിട്ട്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് കിട്ടും. ആരെങ്കിലും വരാൻ റിയലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുള്ളും ആവും. അപ്പം ജർമ്മനിയിൽ കടന്നു വരാൻ എൻ്റെ പ്രൊഫഷൻ ബൈ നേഴ്സാണ്. അപ്പോൾ ആദ്യമേ ഞാൻ നോക്കിയത് ഇവിടെ നേഴ്സുമാർക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തേത് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ്. അപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകണമെങ്കിൽ നമുക്ക് A1, A2, B1, B2 ലെവലുകൾ നമ്മൾ പഠിക്കണം. അപ്പം അതിനെന്നെ ഹെൽപ്പ് ചെയ്തത്, ഞാൻ ഇസ്രായേലിൽ വെച്ചാണ് പഠിച്ചത്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. ഓൺലൈൻ കോഴ്സാണ് ഞാൻ ചെയ്തത്. അപ്പം എന്നെ പഠിപ്പിച്ചത് ഒരു C1 സാറാണ്. അപ്പോൾ സാറിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും. അങ്ങനെ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് പഠിപ്പിക്കാനായിട്ട് നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടൊരു സാറാണ്. നല്ല ടൈം എടുത്ത് നല്ല രീതിയിൽ നമ്മളെ ലാംഗ്വേജ് പഠിപ്പിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പിന്നീട് ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷ നമുക്ക് ഏത് രീതിയിലും അല്ലെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാം. കാരണം ഗോത്തയോ ടെൽക്കോ അങ്ങനെ നമുക്ക് ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം പരീക്ഷ എഴുതാനായിട്ട്. അപ്പം ഞാൻ പരീക്ഷ എഴുതി പാസ്സായതിന് ശേഷമാണ് ഞാൻ പ്രോസസ്സിങ് ആരംഭിക്കുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രോസസ്സിങ് ആരംഭിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാസ്സായതിന് ശേഷം 2024 നവംബറിലാണ് ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സാം പാസ്സായതിന് ശേഷം B2 പാസ്സായതിന് ശേഷം ഞാൻ പിന്നീട് നോക്കിയത് ഏത് ഏജൻസി ത്രൂ ഇവിടെ വരാമെന്നുള്ളതാണ്. അതിനും എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഇവിടെ ആ ഏജൻസി ത്രൂ നേരത്തെ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു ട്രസ്റ്റ് വർത്തിയാണ് ഏജൻസി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത്. അത് 2 ഡോക്ടേഴ്സാണ് ലീഡ് ചെയ്യുന്നത്. ഡോക്ടർ ജിതിൻ എന്നും ഡോക്ടർ മിനു എന്നാണ് അവരുടെ പേര്. അവർ ഇവിടെ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഡോക്ടേഴ്സായിട്ട്. അവർ ഒരു 13 to 14 ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ നന്നായിട്ട് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ആൾക്കാരാണ്. ഒരു ടീം വർക്കായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ട്രസ്റ്റ് വർത്തിയായിട്ടാണ് എനിക്ക് ഇവിടെ ഇതുവരെ എനിക്ക് ഫീലായത്. കാരണം 1 രൂപ പോലും നമ്മളോട് ഫീസ് ഈടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇൻ്റർവ്യൂ, അപ്പം നമ്മുടെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് വരാൻ പറ്റത്തുള്ളൂ, അല്ലേ? സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എംപ്ലോയറിനെ കണ്ടുപിടിക്കണം. അങ്ങനെ അവരെനിക്കത് ഹെൽപ്പ് ചെയ്തു. നല്ലൊരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചു. പിന്നീട് നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ പാസ്സാകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി നമുക്ക് ഒത്തിരി ജർമ്മൻ പഠിച്ചിട്ടുള്ള B2 ലെവലുള്ള ആ പിള്ളേർ വരെയും ഇൻ്റർവ്യൂവിന് ഫെയിലായിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ അല്ല, എൻ്റെ കൂടെയൊക്കെ ഉള്ളവരൊക്കെ. അപ്പോൾ അവർക്ക് കുറേ നെർവസ് ആയിരിക്കും, അല്ലെ ടെൻഷൻ കാരണമായിരിക്കാം. അപ്പോൾ ഈ ഏജൻസി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ഒരു ഓറിയൻറ്റേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാൻഡിഡേറ്റിനെ അവർ തന്നെ ആദ്യം ഡോക്ടർ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കും.
അതിനുശേഷം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയർ നമ്മളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് തരും. അതുപോലെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് തരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ 3 പേരും ഈ ഏജൻസി ത്രൂ ആണ് ഞങ്ങളിവിടെ വന്നത്. ഐഡിയൽ ജോബ് സ്പേസ് എന്നാണ് ഏജൻസിയുടെ പേര്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, റിവ്യൂസ് അതിനകത്ത് നോക്കാം. ഒത്തിരി കുട്ടികൾ പിന്നെ ഹൗസ് ബിൽഡിങ്ങിനും എല്ലാം അവർ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു ആ ഏജൻസിയെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ എന്നോട് പേഴ്സണലി മെസ്സേജ് ഇടുക, ഞാൻ കോൺടാക്റ്റ് നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ കാൻഡിഡേറ്റിന് B1 ലെവലോ B2 ലെവലോ ഫുൾ കംപ്ലീറ്റഡ് ആയിരിക്കണം. കാരണം A1ഉം A2ഉം B1ഉം പിന്നെ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആയിരിക്കുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യുക. അല്ല എങ്കിൽ B2 ഫുൾ ലെവൽ കിട്ടിയിട്ടുള്ളവർ എന്ന് വെച്ചാൽ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഇത്രയുമാണ് ഒരു ഇതെന്ന് പറയുന്നത്, ഒരു മൊഡ്യൂൾ, ഒരു B1ൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പാസ്സായിട്ടുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവർ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, ഓൺലൈനായിട്ടാണ് പഠിച്ചത്. എന്നെ നാട്ടിലൊരു സാറാണ്, C1 ലെവല് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സാറാണ് എന്നെ പഠിപ്പിച്ചത്. നല്ല ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള പേഴ്സണാണ്. കോണ്ടാക്ട് നമ്പർ വേണ്ടിയവർ മെസ്സേജ് ഇടുക. പിന്നെ പഠിക്കാൻ എത്ര നാൾ എടുക്കുമെന്നുള്ളതാണ്. 10 മാസമാണ് ഞാൻ പഠിക്കാനായിട്ട് എടുത്തത്. കാശ് ചിലവുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. പഠിക്കുന്നതിനാണോ അതോ പിന്നെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനാണ്? റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഒരു പൈസ പോലും നമുക്ക് ചിലവാകുന്നില്ല. പഠനത്തിന് എനിക്ക് A1ഉം A2ഉം B1ഉം B2ഉം പഠിച്ചതിൻ്റെതായ ചിലവുകൾ മാത്രം, അത് നമ്മൾ ഫീസ് കൊടുക്കണം. കാരണം ഫ്രീ ആയിട്ട് നമ്മളെ ആരും പഠിപ്പിക്കത്തില്ല. അപ്പം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ പേ ചെയ്യണം. പിന്നാണെങ്കിൽ എന്നോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് എത്ര നാളെടുത്തു, ഓക്കെ 10 മാസം നമുക്ക് എടുത്തു. അപ്പം ആർക്കെങ്കിലും ജർമ്മനിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുക, എങ്ങനെയാണ് ഞാൻ വന്നതെന്നുള്ളത്. അപ്പം ഞാൻ പഠിച്ച സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഞാൻ വന്ന ഏജൻസിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ ഒരാഴ്ചയായിട്ട് വന്നിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒത്തിരി പേരെന്നോട് പറഞ്ഞു ജർമ്മനി ഭയങ്കര കഷ്ടമാണ്, ജർമ്മനിയിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഈവൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് വരെ, ഈ ഒരാഴ്ച വരെ എനിക്കില്ല. എല്ലാ കാര്യങ്ങളും ഏജൻസി എനിക്ക് വേണ്ടി ചെയ്തു. അക്കോമഡേഷനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം, ഐ എം സോ ഹാപ്പി. അപ്പം നന്നായിട്ട് ഇരിക്കുന്നു. അപ്പം ജർമ്മൻ നിങ്ങളുടെ ഒരു ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകുക. നിങ്ങൾക്കും ജർമ്മനി വരാൻ പറ്റും. അപ്പം നമുക്ക് ഒന്നിച്ച് കാണാം. ഓക്കെ, താങ്ക് യു. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അടുത്തതും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ വന്നു കഴിയുമ്പോൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോകളെല്ലാം അങ്ങനെ ആയിരിക്കും. വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. താങ്ക് യു.